അച്ഛനെ കൊല്ലണ്ട, വിട്ടുകളാ. ഇത്രയും പേരുണ്ടല്ലേ, ഞാനും കൂടെ ഇറങ്ങാം, ഉള്ളത് വാങ്ങാലോ. അയ്യോ നമസ്കാരം. എടാ, നിന്റെ വല്യപ്പന്റെ കാലത്ത് വിട്ടതാ നിന്റെ തറവാട്ടുകാര് അപ്പക്കാട്ടിലോട്ടുള്ള ഈ റൂട്ട്. അതിലോട്ട് നിന്റെ ഈ ആമത്തോട് ഓടിച്ച് കളിക്കല്ലേ, പഞ്ചറാകും. അപ്പക്കാട്ടിലെ കാരണവന്മാരൊക്കെ കള്ള് കച്ചവടമൊക്കെ വിട്ട് റബ്ബർ തോട്ടത്തിലോട്ട് ആമ്പിള്ള രാമത്തോടിന്റെ പഞ്ചറൊട്ടിക്ക് ഇറങ്ങിയിരിക്കാന്നോ? അതെ, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ മുത്തച്ഛന് പഴയ ഒരു റിക്ഷയുണ്ട്, 3 വീലും പഞ്ചറാ. നിനക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെന്ന് പഞ്ചറൊട്ടിക്കോ ഊതിപ്പെരിക്കോ എന്തുവാണെന്ന് വെച്ചാൽ ആയിക്കോ. മോനെ, നീയൊക്കെ ഞങ്ങളെ കൊണ്ട് പഞ്ചറൊട്ടിക്കോടാ. അനിയാ പോടാ, പോയി തരത്തി കളിയടാ. അയ്യോ എടാ, ഇവിടുത്തെ നമ്പർ 1 നൂറ്റാളികളാണ്, ഒന്നും ചെയ്യല്ലേ, വിട്ടേക്കാ. വടക്കം വീട്ടിൽ തറവാട്ടിലെ കഴിവേറിയുടെ മോനെ, നീ വിളിച്ചെടുത്ത് ആ റേഞ്ച് വെച്ച് അറുമാദിക്കണം നിന്റെ പുറപ്പാടെങ്കിൽ അത് അനുഭവിക്കാൻ ഈ കയ്യും കാലും കാണുകയല്ല, മനസ്സിലായ? ഓ, അവസാനം നിനക്ക് ചന്തി കഴുകി തരാൻ ആ ഫിലിപ്പോസിന്റെ ഇടങ്കയും കാണുകയല്ല. ഓ, അത് വേണ്ടെങ്കിൽ വിളിച്ച ലേലം തിരിച്ചു കൊടുത്തിട്ട് ഈ വണ്ടി വിടുന്നതാ നിനക്ക് നല്ലത്. ഓ, വിട്ടേക്കാം അച്ഛേ. എന്തോ എന്നാൽ വിട്ടേക്കാം അല്ലേ? അതാ നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പോ ചന്ത എഴുപ ആള് വിളിക്കേണ്ടി വരും. യുമാർക്ക് 4 എണ്ണത്തിന് നല്ല ഇറച്ചി, വല്ല വാർക്കപ്പണിക്കെങ്ങാനും പൊക്കൂടെ. ലേലം വിളിക്കാൻ ഇറങ്ങിയിരിക്കണം. എടാ അച്ഛേ, അപ്പക്കാട്ടിലെ അലവലാതി അവസാനം അടിച്ച ഡയലോഗില് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയർ. മാറ്റി. അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടാക്കിയ കഞ്ഞിവെള്ളം താളിച്ചത് മുരിങ്ങാ തോരനും ഒക്കെ തിന്ന് ചീങ്കണ്ണി പരുവത്തിലായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിയുടെ കൈയും കാലും വെട്ടി രോമം വടിക്കും അല്ലടാ? എങ്കി വെട്ടി വടിക്കടാ കഴിവറട മോനെ. ഇവിടെ കൊട്ടയിരിക്കുന്നത് നിന്റെയൊക്കെ ഭാഗ്യം, ഇല്ലെങ്കിൽ കാണിച്ചു തരാറുന്നതാ.
ഉമ്മച്ച ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അതല്ല എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റേമ്പെട്ട അടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്ന് അന്തി ഉറങ്ങുന്ന നിന്റെ പെമ്പറനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചിട്ട് പോവേ ഒടുക്കത്തെ ചുംബനം. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് അടക്കാൻ നിക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. ഈ കഥയിൽ